Hello friends, welcome to my channel Civil Tips and Tricks for Civil Engineers. എൻ്റെ വീഡിയോ എല്ലാ പബ്ലിക് സർവീസ് കമ്മീഷൻ എക്സാംസിനും SSC JEE റെയിൽവേ എക്സാംസിനും ഒക്കെ നല്ല യൂസ്ഫുൾ ആയിരിക്കും. ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ബിൽഡിംഗ് മെറ്റീരിയൽസ് സിമെന്റ് പാർട്ട് 1. Cement, composition of cement, function of cement ingredients, box compound, setting action of cement, manufacturing of cement, test for cement ആണ് ഇപ്പോൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, സിമെന്റ് ആർട്ടിഫിഷ്യൽ സിമെന്റ് വന്നിട്ട് ഇൻവൈറ്റ് ചെയ്തത് ഇൻവെന്റഡ് ചെയ്തത് ജോസഫ് ആസ്പിഡൻ ആണ്. ഇംഗ്ലണ്ടില് 1824 പിന്നെ ഫസ്റ്റ് സിമെന്റ് ഫാക്ടറി, ഇന്ത്യയിലെ ഫസ്റ്റ് സിമെന്റ് ഫാക്ടറി വന്നത് തമിഴ്നാട്ടില് 1904 സൗത്ത് ആ കമ്പനിയുടെ പേര് വന്നിട്ട് സൗത്ത് ഇന്ത്യ ഇൻഡസ്ട്രി ലിമിറ്റഡ് ആണ്. ഓക്കെ, സിമെന്റിന്റെ ഒരു ചെറിയൊരു പിക്ചറാണ് കൊടുത്തിരിക്കുന്നത്. കോമ്പോസിഷൻ ഓഫ് ഇൻഗ്രീഡിയന്റ് റേഞ്ച്. ഓക്കെ, ലൈം വന്നിട്ട് 62 to 67%, സിലിക്ക വന്നിട്ട് 17 to 25%, അലുമിന വന്നിട്ട് 3 to 8%, കാൽസ്യം സൾഫേറ്റ് വന്നിട്ട് 3 to 4%, മെഗ്നീഷ്യ വന്നിട്ട് 0.1 to 3%. ഓക്കെ, സൾഫർ വന്നിട്ട് 1 to 3%. ഓക്കെ, ആൽക്കലീസ് വന്നിട്ട് 0.2 to 1%. ആദ്യം വന്നിട്ട് ഫങ്ഷൻസ് ഓഫ് സിമെന്റ് ഇൻഗ്രീഡിയൻസ്. ഇപ്പം നോക്കിയില്ലേ ഇത്ര ഇൻഗ്രീഡിയൻസ്, അതിന്റെ ഫങ്ഷൻസ് ആണ് ഇപ്പം നോക്കുന്നത്. ഓക്കെ, ആദ്യം വന്നിട്ട് ലൈം. എക്സസ് ലൈം മേക്സ് സിമെന്റ് അൺസൗണ്ട് ആൻഡ് കോസ് സിമെന്റ് എക്സ്പാൻഡ് ആൻഡ് ഡിസിൻറ്റഗ്രേറ്റ്. ഓക്കെ, ഈ അൺസൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലൈം ബേൺ ചെയ്യും. ഓക്കെ, ഇപ്പം ഇത് കറക്റ്റായിട്ട് അതിൻ്റെ ആ ഓരോ സോളിഡ് കറക്റ്റായിട്ട് ബേൺ ചെയ്തില്ലെങ്കിൽ ചിലപ്പം അത് കൺസ്ട്രക്ഷൻ ചെയ്യുന്ന സമയത്ത് അത് വെള്ളം അബ്സോർബ് ചെയ്ത് അത് എക്സ്പാൻഡ് ആവും, മീൻസ് വലുതാവും. ഓക്കെ, വീർക്കും, അതിനുള്ള ചാൻസസ് ഉണ്ട്. സോ ലൈം വന്നിട്ട് ഒരുപാട് കാണാൻ പാടില്ല, മീൻസ് അൺസൗണ്ട് ആയ മീൻസ് അത് കറക്റ്റായിട്ടുള്ള ബേൺ ആകാത്ത ലൈം കാണാൻ പാടില്ല. ഓക്കെ, പിന്നെ അത് എക്സസ് ആയി കഴിഞ്ഞാലും ഇത് അൺസൗണ്ട് ആവാനുള്ള ചാൻസസ് ഉണ്ട്. ഓക്കെ, പിന്നെ ഇഫ് ഈസ് ഇൻ എക്സസ് സ്ട്രെങ്ത് വിൽ ബി ഇൻക്രീസ്ഡ് ആൻഡ് സെറ്റിംഗ് ടൈം വിൽ ബി പ്രൊലോങ്. ഓക്കെ, ലൈം ഇൻക്രീസ് ആയി കഴിഞ്ഞാൽ സ്ട്രെങ്ത് ഇൻക്രീസ് ചെയ്യും, പക്ഷേ സെറ്റിംഗ് ടൈം വന്നിട്ട് കൂട്ടും. ഓക്കെ, അടുത്തത് വന്നിട്ട് SiO2 സിലിക്ക വന്നിട്ട് സിലിക്ക നല്ല മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, അപ്പം വിച്ച് ഇമ്പാർട്ട്സ് സ്ട്രെങ്ത് ടു സിമെന്റ് എന്ന് പറഞ്ഞുകൊണ്ട് ചിലപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കും. ഓക്കെ, സോ C3A കാണും, C2A കാണും, C4AF കാണും. ഓക്കെ, ഇതെല്ലാം കാണുമ്പോൾ നമ്മൾ C3S തന്നെ ഇടണം, കാരണം C3S ആണ് സിമെന്റിന് നല്ല സ്ട്രെങ്ത് കൊടുക്കുന്നത്, പക്ഷെ അത് ഇനീഷ്യൽ സ്ട്രെങ്ത് ആയിരിക്കും കൊടുക്കുന്നത്. ഓക്കെ, പക്ഷെ C2S വന്നിട്ട് കുറേ നാൾ കഴിഞ്ഞിട്ട് 1 year വരെ വരാനുള്ള സ്ട്രെങ്ത് ആണ് C2S. ഓക്കെ, പക്ഷെ C3S വന്നിട്ട് പെട്ടെന്ന് സെറ്റ് ആവാൻ വേണ്ടി സഹായിക്കുന്നതാണ് C3S. ഓക്കെ, ഇഫ് ഇറ്റ് ഈസ് ഇൻ എക്സസ് ഇറ്റ് വിൽ ബി ഇൻക്രീസ്ഡ് ആൻഡ് സെറ്റിംഗ് ടൈം വിൽ ബി പ്രൊലോങ്. ഓക്കെ, ലൈം പോലെ തന്നെയായിരിക്കും, എക്സസ് ഉണ്ടെങ്കിൽ സ്ട്രെങ്ത് ഉണ്ടാവും, പക്ഷെ സെറ്റിംഗ് ടൈം വന്നിട്ട് പ്രൊലോങ് ആവും, കൂട്ടും. അലുമിന വന്നിട്ട് ക്യുക്ക് സെറ്റിംഗ് പ്രോപ്പർട്ടി ടു സിമെന്റ് ആണ് കൊടുക്കുന്നത്. ഓക്കെ, ഇഫ് അലുമിന കൂടുതലുണ്ടെങ്കിൽ ഇറ്റ് വീക്കൺസ് ദി സിമെന്റ് വന്ന് വീക്കായി പോകും. ഓക്കെ, പിന്നെ അലുമിന ഫ്ലക്സ് ആയിട്ട് ആക്ട് ചെയ്യും. ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ സിമെന്റ് ഉണ്ടാക്കുന്ന സമയത്ത് ഒരുപാട് ടെമ്പറേച്ചർ വെച്ചിട്ടാണ് സിമെന്റ് ബേൺ ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഈ ബേൺ ചെയ്യുന്ന ടെമ്പറേച്ചർ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫ്ലക്സ് ആഡ് ചെയ്യുന്നത്. ഓക്കെ, അലുമിന പോലത്തെ ഫ്ലക്സ് ആഡ് ചെയ്യുന്നത്. ഓക്കെ, സോ അത് വന്നിട്ട് ടെമ്പറേച്ചർ കുറയ്ക്കും. ഓക്കെ, പിന്നെ കറക്റ്റായിട്ട് ഫ്യൂസ് ആവാൻ വേണ്ടിയിട്ടാണ് ഫ്ലക്സ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അത് ഒരു എക്സാമ്പിളാണ്. ഓക്കെ, ദെൻ കാൽസ്യം സൾഫേറ്റ് ഇൻഗ്രീഡിയൻറ്റ് ഈസ്
in the form of gypsum. Okay, calcium sulfate in the ingredient on gypsum. It prolongs the initial setting time of cement. Okay, cement in the initial setting time കൂട്ടാൻ വേണ്ടിയിട്ടാണ് കാൽഷ്യം സൾഫേറ്റ് അല്ലെങ്കിൽ ജിപ്സം നമ്മൾ ആഡ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ജിപ്സം അലുമിനിയം ഓപ്പോസിറ്റ് പ്രോപ്പർട്ടിയാണ്. ജിപ്സം വന്നിട്ട് ഇനിഷ്യൽ സെറ്റിംഗ് ടൈം കൂട്ടും, പക്ഷേ അലുമിനിയം വന്നിട്ട് ഇനിഷ്യൽ സെറ്റിട്ട് ക്യുക്ക് ആക്കാനുള്ള ചാൻസസ് ഉണ്ട്. ഓക്കെ, ചാൻസസ് അല്ല, അങ്ങനെയാണ്. ഓക്കെ ഓക്കെ അയൺ ഓക്സൈഡ് വന്നിട്ട് ഗിവ്സ് കളർ, ഹാർഡ്നെസ് ആൻഡ് സ്ട്രെങ്ത് ടു സിമെന്റ്. ഓക്കെ, മെഗ്നീഷ്യ വന്നിട്ട് സ്മോൾ എമൗണ്ട്, കുറച്ച് എമൗണ്ടേ വന്നിട്ട് കാണാൻ പാടുള്ളൂ. മെഗ്നീഷ്യ ഇമ്പാർട്ട്സ് കളർ ആൻഡ് ഹാർഡ്നെസ് ടു സിമെന്റ്. സിമെന്റിൽ വന്നിട്ട് കളറും ഹാർഡ്നെസ്സും കൊടുക്കും. ഓക്കെ, എക്സസ് മെഗ്നീഷ്യ ഉണ്ടെങ്കിൽ സിമെന്റ് അൺസൗണ്ട് ആവും. ലൈം എക്സസ് ആയി കഴിഞ്ഞാൽ അൺസൗണ്ട് ആവില്ലേ, അതുപോലെ മെഗ്നീഷ്യ എക്സസ് ആയി കഴിഞ്ഞാൽ അൺസൗണ്ട് ആയി. അൺസൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമെന്റ് എക്സ്പാൻഡ് ആവാനുള്ള ചാൻസസ് ഉണ്ട്. ഓക്കെ, ഹാംഫുൾ കോൺസ്റ്റുവൻസ് ഓഫ് സിമെന്റ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൽക്കലി ഓക്സൈഡ്സ് ഓഫ് K2O and N2O. Okay, magnesium oxide of MgO, സൾഫർ. ഈ 3 സാധനങ്ങൾ ഭയങ്കര ഹാർംഫുൾ ഇൻഗ്രീഡിയൻസ് ടു സിമെന്റ് ആണ്. അടുത്തത് ബോക്സ് കോമ്പൗണ്ട്. ബോക്സ് കോമ്പൗണ്ട് നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോമ്പൗണ്ട്സ് ആണ്. ഓക്കെ, ബോക്സ് കോമ്പൗണ്ട് എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, ആദ്യം വന്ന് ട്രൈ കാൽഷ്യം അലുമിനേറ്റ്. ട്രൈ കാൽഷ്യം അലുമിനേറ്റ് വന്നിട്ട് C3A. ഓക്കെ, അതിൻ്റെ ഫോർമുല വന്നിട്ട് 3CaO Al2O3. ഓക്കെ, പെർസെൻറ്റേജ് ഇൻ OPC. OPCയിൽ എത്ര പെർസെൻറ്റേജ് വേണം? OPC എന്ന് പറഞ്ഞാൽ ഓർഡിനറി പോർട്ട്ലാൻഡ് സിമെൻറ്റിൽ എത്ര പെർസെൻറ്റേജ് വേണം? ഓക്കെ, 5 to 11%. നോർമലി 10.5% ഓഫ് സിമെൻറ്റ്. ഓക്കെ, സിമെൻറ്റിൽ വന്നിട്ട് 10.5% ആണ് നോർമലി കാണുന്നത്. ഓക്കെ, പിന്നെ ടെട്രാ കാൽഷ്യം അലുമിനിയം ഫെറൈറ്റ് വന്നിട്ട് C4AF. ഓക്കെ, 3CaO Al2O3 Fe2O3. ഓക്കെ, അതിൻ്റെ പെർസെൻറ്റേജ് വന്നിട്ട് 8 to 14%. നോർമലി 9% ഓഫ് സിമെൻ്റ് ആണ്. ഓക്കെ, ട്രൈ കാൽഷ്യം സിലിക്കേറ്റ് വന്നിട്ട് C3A ആണ് സിമ്പല്. അതിൻ്റെ ഫോർമുല വന്നിട്ട് 3CaO SiO2. ഓക്കെ, പെർസെൻറ്റേജ് ഇൻ OPC വന്നിട്ട് 25 to 40%. നോർമലി 40% ആണ് ട്രൈ കാൽഷ്യം സിലിക്കേറ്റ് കാണുന്നത്. ഓക്കെ, അടുത്തത് വന്നിട്ട് ഡൈ കാൽഷ്യം സിലിക്കേറ്റ് വന്നിട്ട് C2S. അതിൻ്റെ ഫോർമുല വന്നിട്ട് 2CaO SiO2. അതിൻ്റെ പെർസെൻറ്റേജ് വന്നിട്ട് 25 to 40%. നോർമലി 32% ഓഫ് സിമെൻ്റ് ആണ്. ഓക്കെ, ബോക്സ് കോമ്പൗണ്ടിൽ ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ ജൂൾസ് പെർ ഗ്രാമിൽ നോക്കാം. ഓക്കെ, ട്രൈ കാൽഷ്യം അലുമിനേറ്റ് വന്നിട്ട് 865 ജൂൾസ് പെർ ഗ്രാം ആണ്. ഓക്കെ, ടെട്രാ കാൽഷ്യം അലുമിനിയം ഫെറൈറ്റിൻ്റെ ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ വന്നിട്ട് 420 ജൂൾസ് പെർ ഗ്രാം ആണ്. അതുപോലെ തന്നെ ട്രൈ കാൽഷ്യം സിലിക്കേറ്റിൽ വന്നിട്ട് 500 ജൂൾസ് പെർ ഗ്രാം ആണ്. അടുത്തത് വന്നിട്ട് ഡൈ കാൽഷ്യം സിലിക്കേറ്റിന്റെ ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ വന്നിട്ട് 240 ജൂൾസ് പെർ ഗ്രാം ആണ്. ഓക്കെ, ആദ്യം ട്രൈ കാൽഷ്യം സിലിക്കേറ്റ്. ട്രൈ കാൽഷ്യം സിലിക്കേറ്റ് ആണ് റെസ്പോൺസിബിൾ ഫോർ ഏർലി സ്ട്രെങ്ത് ടു സിമെന്റ്. സിമെന്റിന് ഇനീഷ്യൽ സെറ്റിംഗ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ട്രൈ കാൽഷ്യം സിലിക്കേറ്റ് ആഡ് ചെയ്യുന്നത്. ഓക്കെ, പെട്ടെന്ന് സെറ്റ് ആവും. ഡൈ കാൽഷ്യം സിലിക്കേറ്റിന്റെ റെസ്പോൺസിബിൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോഗ്രസീവ് സ്ട്രെങ്ത് ടു സിമെന്റ്. ഓക്കെ, ട്രൈ കാൽഷ്യം സിലിക്കേറ്റ് വന്നിട്ട് മാക്സിമം ഒരു 7 to 21 ഡേയ്സിലായിരിക്കും സ്ട്രെങ്ത് അറ്റൈൻ ചെയ്യുന്നത്. ഓക്കെ, പെട്ടെന്ന് സ്ട്രെങ്ത് അറ്റൈൻ ചെയ്യും. പക്ഷെ ഡൈ കാൽഷ്യം സിലിക്കേറ്റ് വന്നിട്ട് പ്രോഗ്രസീവ് സ്ട്രെങ്ത് ടു സിമെന്റ് ആഫ്റ്റർ 28 ഡേയ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ സിമെന്റിന് സ്ട്രെങ്ത് കൊടുക്കുന്ന ഡൈ കാൽഷ്യം സിലിക്കേറ്റ് 28 to 1 year. ഓക്കെ, ആ സമയത്താണ് ഡൈ കാൽഷ്യം സിലിക്കേറ്റ് നമ്മുടെ സിമെന്റിന് സ്ട്രെങ്ത് കൊടുക്കുന്നത്. ഓക്കെ, ടെട്രാ കാൽഷ്യം അലുമിനിയം ഫെറൈറ്റ് responsible for giving color to cement. Okay,
they are also known as ഇതാണ് ബോക്സ് കോമ്പൗണ്ട്. ഓക്കെ, ട്രൈ കാൽഷ്യം സിലിക്കേറ്റിന് പറയുന്നതാണ് സെലൈറ്റ്. ഓക്കെ, ടെട്രാ കാൽഷ്യം അലുമിനിയം ഫെറൈറ്റിന് പറയുന്നതാണ് ഫെലൈറ്റ്. ഓക്കെ, ട്രൈ കാൽഷ്യം സിലിക്കേറ്റിന് പറയുന്നതാണ് അലൈറ്റ്. ഡൈ കാൽഷ്യം സിലിക്കേറ്റിന് പറയുന്നത് ബെലൈറ്റ്. ഓക്കെ, ഈ 4 പേരും കൂടെ ചേരുമ്പോഴാണ് ബോക്സ് കോമ്പൗണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, സെറ്റിംഗ് ആക്ഷൻ ഓഫ് സിമെന്റ്. When water is added to cement, chemical reaction takes place between the compounds in cement and water. Okay, this process is called hydration. Okay, it is an exothermic process. Okay, heat liberated during the process is called heat of hydration. The strength attainment of cement depends upon hydration reaction. Hydration results in formation of calcium silicate hydrate. Okay, CaCH gel and calcium hydroxide. ഓക്കെ, എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിമെൻറ്റിൽ നമ്മൾ വാട്ടർ ആഡ് ചെയ്യുമ്പം കെമിക്കൽ റിയാക്ഷൻ ടേക്സ് പ്ലേസ് ആവും. വാട്ടർ സിമെൻറ്റിൽ എപ്പോൾ വാട്ടർ ആഡ് ചെയ്യുന്നോ സിമെൻറ്റിൽ വന്നിട്ട് കെമിക്കൽ റിയാക്ഷൻ ഉണ്ടാവും. അതിനകത്തുള്ള കോമ്പൗണ്ട്സ് വെച്ച് അലൈറ്റ്, സെലൈറ്റ്, ഫെലൈറ്റ് എല്ലാത്തിൻ്റെയും കൂടെ ചേർന്ന് ഒരു കെമിക്കൽ റിയാക്ഷൻ ഫോം ആവും. ഓക്കെ, പിന്നെ അതെന്ത് വെച്ചാണ് ആ സിമെൻറ്റിലുണ്ടായിരുന്ന കോമ്പൗണ്ട്സും വാട്ടറും വെച്ചിട്ടാണ് കെമിക്കൽ റിയാക്ഷൻ ഉണ്ടാകുന്നത്. ഓക്കെ, ഈ പ്രോസസ്സിന് പറയുന്ന പേരാണ് ഹൈഡ്രേഷൻ. ഓക്കെ, എക്സോതെർമിക് പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെളിയിലോട്ട് ഹീറ്റ് ലിബറേറ്റ് ചെയ്യും, വെളിയിലോട്ട് വിടും. ഓക്കെ, അതാണ് പറഞ്ഞത് എക്സോതെർമിക്. എൻഡോതെർമിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അകത്തോട്ട് ഹീറ്റ് അബ്സോർബ് ചെയ്യും, അതിനാണ് പറയുന്നത് എൻഡോതെർമിക്. ഓക്കെ, ഹീറ്റ് വന്നിട്ട് വെളിയിലോട്ട് വിടും. ഓക്കെ, ഹീറ്റ് ഇസ് ലിബറേറ്റഡ് ഡ്യൂറിങ് the process. അതിന് പറയുന്ന പേരാണ് heat of hydration. The strength attainment of cement depends on hydration reaction. Okay, strength attainment സിമെന്റില് strength attainment depends on heat of hydration. Okay, the hydration results in the formation of calcium hydroxide, silicate hydroxide. Okay, ഈ ഹൈഡ്രേഷനില് ഒരു ജെല്ലുണ്ടാവും. ഓക്കെ, അതിന് പറയുന്നതാണ് കാൽഷ്യം സിലിക്കേറ്റ് ഹൈഡ്രേറ്റ് ജെൽ. ഓക്കെ, and calcium hydroxide. Okay, manufacturing of cement, mixing of raw materials, burning, grinding. ആദ്യം വന്ന് mixing of raw materials നോക്കാം. ഓക്കെ, types, dry process, പിന്നെ wet process. ഓക്കെ, ഡ്രൈ പ്രോസസ്സാണ് ഇപ്പോഴത്തെ ടെക്നോളജി. ഇപ്പോഴെല്ലാം ഡ്രൈ പ്രോസസ്സിലാണ് ഉണ്ടാകുന്നത്, അതാ മോഡേൺ ടെക്നോളജി എന്ന് പറഞ്ഞാൽ. ഓക്കെ, ദ റോ മെറ്റീരിയൽസ് ആർ സെപ്പറേറ്റ്ലി ടേക്കൺ, പൾവറൈസ്ഡ് ഇൻ ടു പൗഡർ ഫോം ഇൻ ബോൾ മിൽ ആൻഡ് സ്റ്റോർഡ് ഇൻ ഹോപ്പേഴ്സ്. ഓക്കെ, റോ മെറ്റീരിയൽസ് വന്നിട്ട് സെപ്പറേറ്റ് ആയിട്ട് എടുത്തിട്ട് അത് പൾവറൈസ് ഇൻ ടു പൗഡർ ഫോമിലാക്കും. ഓക്കെ, അത് കഴിഞ്ഞ് ബോൾ മില്ലിൽ കൂടെ കടത്തി വിട്ടിട്ട് അത് ഹോപ്പേഴ്സിൽ സ്റ്റോർ ചെയ്യും. ഓക്കെ, ദേ ആർ മിക്സ്ഡ് ഇൻ കറക്റ്റ് പ്രപ്പോർഷൻ. ഓക്കെ, ഡ്രൈ പ്രോസസ്സിൽ ഇപ്പോൾ നമ്മൾ നോക്കിയ കോമ്പൗണ്ട്സ് എല്ലാം സെപ്പറേറ്റ് ആയിട്ട് എടുത്തിട്ട് അത് പൗഡർ ആക്കിയിട്ട് ബോൾ മില്ലിൽ എടുത്തിട്ട് അത് ഹോപ്പേഴ്സിൽ സ്റ്റോർ ചെയ്യും. പിന്നെ അതിലുണ്ടാകുന്ന കോമ്പൗണ്ട്സ് കറക്റ്റായിട്ട് മിക്സ് ചെയ്യും. ഓക്കെ, വെറ്റ് പ്രോസസ്സ് വന്ന് ഓൾഡ് ടെക്നോളജിയാണ്. ഓക്കെ, കാൽക്കേരിയസ് മെറ്റീരിയൽ. ഓക്കെ, അതിന് പറയുന്നതാണ് ലൈം സ്റ്റോൺ ആർ ക്രഷ്ഡ് ആൻഡ് സ്റ്റോർ ഇൻ സിലോസ് ഓർ സ്റ്റോറേജ് ടാങ്ക്. ഓക്കെ, കാൽക്കേരിയസ് മെറ്റീരിയൽസ് വന്ന് ക്രഷ് ചെയ്തിട്ട് പിന്നെ സിലോസ് അല്ലെങ്കിൽ സ്റ്റോറേജ് ടാങ്കിൽ സ്റ്റോർ ചെയ്യും. അർജിലേഷ്യസ് മെറ്റീരിയൽ ആർ thoroughly washed in wash mill. അർജിലേഷ്യസ് മെറ്റീരിയലിന്റെ എക്സാമ്പിൾ ആണ് ക്ലേ. അത് വന്നിട്ട് നല്ല തറവായിട്ട് വാഷ് ചെയ്തിട്ട് അത് വാഷ് മില്ലിലോട്ട് കടത്തിവിടും. They are taken in correct proportion and mixed in grinding mill to form slurry. Okay, slurry എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമെന്റും വാട്ടറും ഓക്കെ അതൊരു മിക്സായി കുഴഞ്ഞ പരുവത്തിലുണ്ടാവുന്ന ഒരു സബ്സ്റ്റൻസിന് പറയുന്നതാണ് സ്ലറി.
they are taken in correct proportion. കറക്റ്റ് ആയിട്ടുള്ള പ്രൊപ്പോർഷൻ എടുത്തിട്ട് അത് മിക്സ് ചെയ്ത് ഗ്രൈൻഡിങ് മില്ലിലോട്ട് കടത്തി വിടും. ഓക്കെ, അടുത്തത് വന്നിട്ട് ബേണിംഗ്. ബേണിംഗ് വന്നിട്ട് റോട്ടറി ക്ലീനിനാണ് ചെയ്യുന്നത്. ബർണിംഗ് ടെമ്പറേച്ചർ വന്നിട്ട് 1400 ഡിഗ്രി സെൽഷ്യസ് ടു 1500 ഡിഗ്രി സെൽഷ്യസ്. ഓക്കെ, the slurry is injected at the upper end of clean. ക്ലീനിന്റെ അപ്പർ എൻഡിൽ സ്ലറി ഇൻജക്ട് ചെയ്യും. ഓക്കെ, ഡ്രൈ സോണിൽ വന്നിട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ മേളത്തെ പോർഷൻ, ക്ലിന്നിന്റെ മേളത്തെ പോർഷൻ, മേളത്തെ അപ്പർ എൻഡ്, ഓക്കെ, ആ സ്ഥലത്ത് വെച്ച് ഡ്രൈ ചെയ്യും. ഓക്കെ, അവിടെ വെച്ചായിരിക്കും സ്ലറി ഇവാപറേറ്റ് ചെയ്ത് പോകുന്നത്. ഓക്കെ, പ്രീ ഹീറ്റിംഗ് സോണില് കാർബൺ ഡൈ ഓക്സൈഡ് വന്നിട്ട് ഇവാപറേറ്റ് ചെയ്ത് നോഡ്യൂൾസ് ഫോം ചെയ്യും. The slice of clinkers varies from 3 to 20 mm. ക്ലിങ്കേഴ്സിന്റെ സൈസ് വന്നിട്ട് 3 to 20 mm ആയിരിക്കും. ഓക്കെ, അടുത്തത് ഗ്രൈൻഡിങ്. The clinkers are finely grinded in ball mills and tube mills. ഓക്കെ, ഈ വരുന്ന ക്ലിങ്കേഴ്സ് വന്നിട്ട് പിന്നെയും ബോൾ മില്ലിലും ട്യൂബ് മില്ലിലും ഗ്രൈൻഡ് ചെയ്യും. ഓക്കെ, ജിപ്സം വന്നിട്ട് 3 to 4% ആണ് ഉള്ളത്. ഓക്കെ, ഈ ആഡ് ഡ്യൂറിങ് ഗ്രൈൻഡിങ് സമയത്താണ് നമ്മുടെ ജിപ്സം ആഡ് ചെയ്യുന്നത്. ഓക്കെ, അറ്റ് ദ ബിഗിനിങ് ഓഫ് ക്ലിങ്കറിൽ മീൻസ് ട്യൂബ് മില്ലിന് മുമ്പ്, ഇല്ലല്ല, ഗ്രൈൻഡിങ്ങിന് മുമ്പ്. ഓക്കെ, ക്ലിങ്കറിലോട്ട് ആഡ് ചെയ്യും. ക്ലിങ്കറിലോട്ട് നമ്മുടെ ജിപ്സം ആഡ് ചെയ്യും. ജിപ്സം പ്രൊലോങ്സ് ഇനിഷ്യൽ സെറ്റിംഗ് ടൈം ഓഫ് സിമെന്റ്. സിമെന്റിന്റെ ഇനിഷ്യൽ സെറ്റിംഗ് ടൈം ജിപ്സം കൂട്ടും. ഓക്കെ, ഇറ്റ് ആക്ട്സ് ആസ് എ റിട്ടാർഡർ. റിട്ടാർഡർ ആക്സിലറേറ്ററിനും സിമെന്റിലും ആക്സിലറേറ്റർ എന്താ റിട്ടാർഡർ അതിപ്പോ പറഞ്ഞുതരാം. ആക്സിലറേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമെന്റ് പെട്ടെന്ന് ക്വിക്കായിട്ട് സെറ്റ് ആവും. ഓക്കെ, എക്സാമ്പിൾ നമ്മൾ അലുമിനിയം നോക്കിയല്ലോ, പെട്ടെന്ന് ക്വിക്കായിട്ട് സെറ്റ് ആവും. അതാണ് വന്നിട്ട് ആക്സിലറേറ്റർ എന്ന് പറഞ്ഞാൽ. റിട്ടാർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ സിമെന്റ് വന്നിട്ട് പെട്ടെന്ന് സെറ്റ് ആവില്ല, ഭയങ്കര സ്ലോ ആയിട്ടായിരിക്കും സെറ്റ് ആവുന്നത്. ഓക്കെ, അതാണ് റിട്ടാർഡർ. ഓക്കെ, സോ ജിപ്സം വന്നിട്ട് സ്ലോ ആയിട്ടായിരിക്കും സെറ്റ് ആവുന്നത്. ഓക്കെ, ക്രോമിയം സ്റ്റീൽ ബോൾ ഈസ് യൂസ്ഡ് ഫോർ ഗ്രൈൻഡിങ്. ഓക്കെ, സ്റ്റേജസ് ഓഫ് ഗ്രൈൻഡിങ്, നെയിം ഓഫ് ഗ്രൈൻഡർ, ഗ്രൈൻഡർ ഡയാമീറ്റർ, ഗ്രൈൻഡർ ലെങ്ത്, പിന്നെ ബോൾ സൈസ്. പ്രൈമറി ഗ്രൈൻഡിങ്ങിൽ വന്നിട്ട് ബോൾ മില്ലാണ് ഉള്ളത്. ഓക്കെ, ഫൈനൽ ഗ്രൈൻഡിങ് വന്നിട്ട് ട്യൂബ് മില്ലാണ്. ഗ്രൈൻഡറിന്റെ ഡയമീറ്റർ വന്നിട്ട് 2 മീറ്റർ ടു 2.50 മീറ്റർ. ഗ്രൈൻഡർ ലെങ്ത് വന്നിട്ട് 1.80 to 2 മീറ്റർ. ബോൾ സൈസ് വന്നിട്ട് 50 mm to 120 mm. പിന്നെ ട്യൂബ് മില്ലില് ഡയമീറ്റർ വന്നിട്ട് 1050 മീറ്റർ ആണ്. ഗ്രൈൻഡർ ലെങ്ത് വന്നിട്ട് 7 മീറ്റർ ടു 10 മീറ്റർ ആണ്. പിന്നെ ബോൾ സൈസ് വന്നിട്ട് 20 to 25 mm. അടുത്തത് ടെസ്റ്റ് ഫോർ സിമെന്റിൽ വന്നിട്ട് ഫീൽഡ് ടെസ്റ്റ് കാണും, ലബോറട്ടറി ടെസ്റ്റ് കാണും. ഓക്കെ, ഇത് ഫീൽഡ് ടെസ്റ്റ് വന്നിട്ട് കളറ്, ഫിസിക്കൽ പ്രോപ്പർട്ടീസ്, പ്രസൻസ് ഓഫ് ലംസ്, ഇതെല്ലാം വന്ന് ഫീൽഡ് ടെസ്റ്റ് വരും. നമുക്ക് വന്നിട്ട് എല്ലാം കംപ്ലീറ്റ് ചെയ്യാനായിട്ടുള്ള സമയമില്ല. അപ്പൊ അടുത്ത ക്ലാസ്സിൽ വന്നിട്ട് ഫീൽഡ് ടെസ്റ്റ് എന്താ, ലബോറട്ടറി ടെസ്റ്റ് എന്താ നോക്കാം. Thank you and all the best for your exams.